ഹായ് ഫിഷ് ഡോക്ടേഴ്സ്. ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് സ്ഥലമായിട്ടുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. നമ്മുടെ കൂടെ ഇവിടെ ഇന്നുള്ളത് നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സൈലമിയനാണ്, ഒരു ഫ്യൂച്ചർ ഡോക്ടറാണ്. അപ്പോൾ ഇയാൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇയാൾ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? എനിക്ക് വലിയ പഠിക്കാനൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല മിസ്സേ. ഞാനൊരു സാധാരണ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ഒക്കെ ആയിരുന്നു. ഞാൻ വലിയ പഠിപ്പിയൊന്നും അല്ലായിരുന്നു. അപ്പോൾ പക്ഷേ ഇയാൾ അത്യാവശ്യം അടിപൊളി മാർക്കൊക്കെ മേടിച്ച് പഠിക്കുന്നത് ഇപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. അപ്പം ഈ ഫ്യൂച്ചർ ഡോക്ടറിന്റെ വിവരങ്ങളും വിശേഷങ്ങളും നമുക്ക് ചോദിച്ചറിയാം. നമ്മുടെ കൂടെ ഉള്ളത് ലക്ഷദ്വീപിൽ നിന്നും കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ എത്തിയ സൈലമിയൻ, നമ്മളുടെ ഫ്യൂച്ചർ ഡോക്ടർ മുഹമ്മദ് റിയാനാണ് നമ്മുടെ കൂടെ ഉള്ളത്. റിയാനോട് ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, എന്നോട് അന്ന് പറഞ്ഞൊരു കാര്യമാണ്, പക്ഷെ ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു, എനിക്ക് അങ്ങനെ ഞാൻ ഭയങ്കര സ്റ്റുഡിയോസ് ഒന്നും അല്ലായിരുന്നു എന്നുള്ളത്. ശരിക്കും അങ്ങനെ തന്നെയായിരുന്നോ? അതെ, ഞാൻ ഒരു സത്യം പറഞ്ഞാൽ ഞാൻ മഹാമടിയനായിരുന്നു. ഓക്കെ. ഇവിടേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് ഫിസിക്സ് കെമിസ്ട്രി ഒന്നും തീരെ അറിയില്ലായിരുന്നു. ഒന്നും അറിയില്ലായിരുന്നു. ബയോളജി ടെസ്റ്റ് വയ്ക്കുന്നത് മാത്രം കുറച്ചൊക്കെ അറിയായിരുന്നു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള നീറ്റ് എക്സാം ദിവസത്തിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ചാണ് ആദ്യം കേട്ടോ. നീറ്റിന്റെ 2023 പേപ്പർ കൈ കിട്ടിയപ്പോൾ റിയാന് എന്തായിരുന്നു ഫസ്റ്റത്തെ ഒരു ഫീലിംഗ് എന്തായിരുന്നു? എക്സാം ആളിരിക്കുമ്പോൾ ഒരു നെർവസ്നെസ് ഉണ്ടായിരുന്നു, അത് സാധാരണ ആണല്ലോ. ഓക്കെ. പേപ്പർ കൈ കിട്ടിയപ്പോൾ ഫസ്റ്റ് പേജ് കണ്ടപ്പോൾ എനിക്കൊരു സമാധാനമായിരുന്നു, കാരണം അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണല്ലോ. അറിയാവുന്നതായിരുന്നു. ഓക്കെ. ബയോളജി ഒക്കെ എടുത്തേക്കപ്പോൾ പിന്നെയും കുറച്ച് കോൺഫിഡൻസ് കൂടി, കാരണം അറിയാവുന്നതായിരുന്നു. ആദ്യം എന്താ ആൻസർ ചെയ്തേ? ആദ്യം ബയോളജി തന്നെ, ബയോളജി തന്നെ ചെയ്തേ. നമ്മളെല്ലാവരും നല്ല പഠിക്കുന്ന ബയോളജി തന്നെ ആയിരിക്കുമല്ലോ. ബയോളജി ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് തോന്നുന്നു അല്ലേ? ബയോളജിയിലല്ലായിരുന്നു ടോപ്പ് സ്കോർ? ബയോളജിയിലായിരുന്നു. അതെ അതെ. ഓക്കെ. അപ്പോൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതുപോലെ റിയാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത് ബാക്ക്ലോഗ്സ് ആണെന്ന് പറഞ്ഞിരുന്നു. ബാക്ക്ലോഗ്സ് എങ്ങനെയാണ് അപ്പം ക്ലിയർ ചെയ്തത്? ബാക്ക്ലോഗ്സ് വെച്ചാൽ ഞാൻ സയ്യത്തിന്റെ വൺ ഷോട്ട് വീഡിയോസ് എല്ലാം കാണുമായിരുന്നു, XPL അതുപോലത്തെ. സോ XPL ഒരുപാട് ഹെൽപ്പ് ചെയ്തു എന്നാണ് റിയാൻ പറയുന്നത്. അതായത് ഒറ്റ ദിവസം കൊണ്ട് 1 ചാപ്റ്റർ പെർ ഡേ ആയതുകൊണ്ട് ബാക്ക്ലോഗ്സ് സ്പെഷ്യലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റി അല്ലേ? ഓക്കെ. അപ്പോൾ XPL പഠിച്ചുകൊണ്ടിരുന്നപ്പം ഒരു ദിവസം തന്നെ എല്ലാ കോൺസെപ്റ്റും മനസ്സിലാവുമായിരുന്നോ? അതെ, കാരണം അതിൽ ആകെ കോൺസെപ്റ്റ് പറഞ്ഞ 2 ക്വസ്റ്റ്യൻസ് അത്ര ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി നമുക്ക് പ്രാക്ടീസ് എടുക്കാനല്ലോ. അതെ അതെ. അപ്പൊ അങ്ങനെ ചെയ്യായിരുന്നു. പിന്നെ ഈ എക്സാം എഴുതുമ്പോൾ മിക്കവർക്കും വരുന്ന ഒരു പ്രോബ്ലം ആണ് മാറി കുത്താന്നൊക്കെ ഉള്ളത് അല്ലേ? ആൻസർ മാറിപ്പോവാന്നൊക്കെ ഉള്ളത്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? അത് നിങ്ങള് ഓരോരോ കുറെ എക്സാംസ് ചെയ്തിട്ട് ശീലമാക്കിയേ പറ്റൂ, കാരണം ഒരെണ്ണം തെറ്റിപ്പോയാൽ തന്നെ അവിടെ മാർക്ക് പോയില്ലേ? നമ്മുടെ കിട്ടാനുള്ള 4 മാർക്കും പിന്നെ കിട്ടാത്ത 1 മാർക്ക്, മൊത്തം 5 മാർക്കാണ് പോകുന്നത് അല്ലേ? ശരിയാണ്. ക്വസ്റ്റ്യൻ പോലെ ടിക്ക് ഇട്ടിട്ട് നോക്കിയിട്ട്. അതെങ്ങനെയാ ചെയ്തത്? അപ്പൊ തന്നെ ആൻസർ ഇത് ചെയ്യായിരുന്നോ, ഡാർക്കൻ ചെയ്യായിരുന്നോ, അതോ പിന്നീട് OMR ഫില്ല് ചെയ്യാണോ ചെയ്തത്? അപ്പൊ ഞാൻ ചെയ്യുന്നുള്ളൂ, കാരണം OMR എല്ലാം കൂടി തിരക്കിട്ട് ചെയ്യുമ്പോൾ തെറ്റാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ. അപ്പോ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ ഒക്കെ ചെയ്തപ്പം ഈ സ്പീഡും, അതായത് കറക്റ്റ് മാറി കുത്താണ്ടൊക്കെ ഉള്ള ഇതൊക്കെയുള്ള ഒരു കോൺഫിഡൻസ് കിട്ടിയത് എങ്ങനെയായിരുന്നു എന്ന് പറയാമോ? അത് കുറെ എക്സാംസ് എഴുതിയോണ്ടാണ്. സൈലത്തിന്റെ കുറെ മോഡൽ എക്സാംസ്, വീക്ക്ലി ടെസ്റ്റുകളെല്ലാം. ഓക്കെ ഓക്കെ ഓക്കെ. റിയാന് പൊതുവെ പറയുന്ന ഒരു കാര്യമാണ്, അവന് അങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കാനോ അല്ലെ പുറത്തേക്കൊന്നും വന്ന് അങ്ങനെ ഒത്തിരി എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ആളൊന്നും അല്ല. എന്നാലും എത്ര കോൺഫിഡൻസോടെയാണ് അത്രയധികം ബാക്ക്ലോഗുകളുള്ള അത്യാവശ്യം മടിയനായിട്ടുള്ള ഒരു കുട്ടി 20 ലക്ഷത്തോളം കുട്ടികൾ എഴുതിയ ഒരു എക്സാമിൽ സ്കോർ ചെയ്ത് ഇത്രയും നല്ല റാങ്ക് മേടിക്കണമെങ്കിൽ മക്കൾ മനസ്സിലാക്കുക, എപ്പോഴും എല്ലാ ക്ലാസ്സിലും ടോപ്പ് മേടിച്ച് ടോപ്പ് റാങ്കേഴ്സ് ആയി വന്നവർക്ക് മാത്രമല്ല നീറ്റ് ക്ലിയർ ചെയ്ത് മാർക്ക് മേടിക്കാൻ പറ്റുക. നമ്മുടെ റിയാനെ നോക്കുക അല്ലേ? പിന്നെ റിയാൻ എന്തൊക്കെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെയ്തിരുന്ന കാര്യങ്ങൾ, റിവൈസ് ചെയ്തപ്പോൾ ചെയ്തിരുന്ന കാര്യങ്ങൾ? ഒരു ജനറൽ ഷെഡ്യൂളും ഒക്കെ, ടൈം ടേബിളിൽ ഒട്ടിച്ചേക്കണം ഞാൻ പറയുന്നില്ല, ജനറൽ ടേബിളും ഒക്കെ, ഒരു ദിവസം ഇത് പഠിക്കണം, അത് പഠിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ. എനിക്ക് ചോദിക്കാനുള്ളത് എൻ്റെ മടിയന്മാരായ ചില മക്കളോടാണ്. ഈ ഉറക്കം വരിക അല്ലേ? പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായ ഉറക്കം, പിന്നെ രാവിലെ എണീക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വർത്താനം പറഞ്ഞ് കുറേ സമയം പോവുക, അല്ലെങ്കിൽ വേസ്റ്റ് ചെയ്യുക, സ്വപ്നം കണ്ട് ഇങ്ങനെ ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്ത് സമയം വേസ്റ്റ് ചെയ്യുക. അതൊക്കെ പൊതുവേ നിങ്ങൾ മടിയന്മാർ എങ്ങനെയായിരുന്നു അത് ഓവർകം ചെയ്തിരുന്നത്? അത് നമ്മൾ ടാർഗറ്റിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം ഓട്ടോമാറ്റിക്കലി ലാസ്റ്റ് ആ ഒരു മിനിറ്റ് ആവുമ്പോഴേക്കും നമുക്ക് ആ ഒരു വരേണ്ടതാണ് വരും. ഓക്കെ. അതായത് ഒരു ഗോള് വെക്കുക അല്ലെ? എനിക്ക് എന്താണെങ്കിലും ഡോക്ടർ ആയി തീരൂ എന്നുള്ളത്, കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാന്നുള്ളതിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ. അപ്പൊ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് തന്നെയായിരുന്നോ സ്വപ്നം? ഇവിടെ കയറണം തന്നെയായിരുന്നു. അപ്പം എക്സലന്റ്. അപ്പോ സ്വയമായിട്ട് ഭയങ്കര ഹമ്പിളിയാണ്, ഞാൻ മടിയനായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എന്നാലും നോക്കിക്കേ, പഠിക്കുന്നത് എല്ലാവരും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്യാമ്പസിൽ, അടിപൊളി ക്യാമ്പസിലാണ് പഠിക്കുന്നത്.
വളരെ നല്ല മിടുക്കം തന്നെയാണ്, നല്ലൊരു പെർഫോമൻസുമാണ് ഇപ്പം ഇവിടെ നടക്കുന്ന എക്സാംസിലൊക്കെ മോൻ റിയാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ പഠിച്ചു വന്നത് ലക്ഷദ്വീപിലായിരുന്നല്ലോ, അവിടെ നിന്നല്ലേ വന്നത്? എങ്ങനെയായിരുന്നു പഠനകാലമൊക്കെ, എങ്ങനെയായിരുന്നു എന്നൊന്ന് പറയാമോ? പഠനകാലം ഒക്കെ സ്കൂളിൽ അത്യാവശ്യം ആവറേജ് ഒക്കെ ആയിരുന്നു? ടുവേർഡ്സ് ദ ടോപ്പ് ആയിരുന്നു. പക്ഷേ Okay. പ്ലസ് 1 ഒക്കെ ഇപ്പോ അത്യാവശ്യം കുറച്ച് ബാക്കോട്ട് പെർഫോമൻസ് ഒക്കെ ബാക്കോട്ട് പോയി. ഓക്കെ, അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു, പുതിയൊരു എൻവറോൺമെന്റിൽ വന്നിട്ടാണ് നമ്മുടെ സൈലത്തിലേക്ക് വന്നത്. അപ്പൊ സൈലത്തിൽ ഏറ്റവും കൂടുതൽ എന്താണ് നിന്റെ ഓവറോൾ പ്രിപ്പറേഷനെ സൈലം എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് പറയാമോ? ഇവിടെ ഡെയിലി ടെസ്റ്റുകൾ ഉണ്ടല്ലോ, അതാണ്. Okay. കാരണം ഞാൻ മടിയാന്ന് പറഞ്ഞല്ലോ, എനിക്ക് പഠിക്കാൻ ഒരു ഇൻസെന്റീവ് വേണം. അപ്പോൾ ഓക്കെ, ഡെയിലി ടെസ്റ്റ് ഉള്ളപ്പം അതിൽ എങ്ങനെയാലും ആൻസർ ചെയ്യണല്ലോ, തെറ്റിക്കരുത് എന്ന് വിചാരിച്ചിട്ട്. ക്ലാസ് കഴിഞ്ഞിട്ട് ദിവസം ലിസ്റ്റ് ഇടല്ലോ, ടോപ്പേഴ്സ് ലിസ്റ്റ് ഇടല്ലോ, അതിൽ ബാക്കൗട്ട് ആകുമ്പോ ഒരു നാണക്കേട് ഒരു അത് നാണക്കേട്. ഒഴിവാക്കാൻ. ആ ടോപ്പ് ലിസ്റ്റിൽ എനിക്ക് കയറണം എന്നുള്ള ഒരു വാശിയിലാണ് മോൻ പഠിച്ചത് അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ അതും ഹെൽപ്ഫുൾ ആയിരുന്നു. സൈലത്തിന്റെ സ്റ്റഡി മെറ്റീരിയൽ ആയിരുന്നോ യൂസ് ചെയ്തിരുന്നത് പഠിച്ചപ്പോ? അതെ, മൈൻഡ് മാപ്സ് ഒക്കെ വെച്ചിട്ട് ഇക്വേഷൻസ് ഒക്കെ പെട്ടെന്ന് ഓർത്ത് വെക്കാൻ. ഈ നീറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തപ്പോഴും ഇതൊക്കെ മനസ്സിലേക്ക് വന്നിരുന്നോ, പെട്ടെന്ന് ഓർത്തെടുക്കാൻ? അതെ അതെ, കാരണം ക്വസ്റ്റ്യൻസ് പലരും ഡയറക്റ്റ് ഫോർമുല വെച്ചാണ് ചോദിക്കല്. ആ ക്വസ്റ്റ്യൻ കണ്ടാൽ ഫോർമുല മനസ്സിൽ കത്തുമല്ലോ. ഓക്കെ, ഒറ്റയടിക്ക് മൈൻഡ് മാപ്സ് ഒക്കെ വെച്ച് പഠിച്ചത് കൊണ്ട് ഒരുപാട് ഹെൽപ്ഫുൾ ആയി. പിന്നെ NCERT വായിക്കായിരുന്നു. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. എന്താണ് നമ്മുടെ സൈലമിയൻസിനോട് പറയാനുള്ളത്? എന്താന്ന് വെച്ചാല് ടെൻഷൻ അടിക്കണ്ട, സിലബസ് ഒക്കെ മാറിയെന്ന് കേൾക്കുന്നു. ടെൻഷൻ അടിക്കണ്ട, നിങ്ങളെ പഠിക്കുക, എല്ലാം മറന്ന് പഠിക്കുക, നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. കണ്ണാടിന് മുമ്പിൽ നിന്ന് ഞാൻ മാക്സിമം ശ്രമിച്ചു എന്ന് പറയാൻ പറ്റണം. കാരണം ഇതിപ്പോ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നിങ്ങൾ മാക്സിമം ശ്രമിച്ചല്ലോ. ഗിവ് യുവർ ബെസ്റ്റ്, ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ് അല്ലേ? എൻഡ് ഓഫ് ദി ഡേ നമുക്കൊരു റിഗ്രറ്റ് ഉണ്ടാവരുത്, നമ്മള് ഒന്നും ചെയ്യില്ല, ഞാൻ സമയം കളഞ്ഞു, ശ്രമിച്ചില്ല എന്ന് തോന്നരുത്. ഞാൻ ശ്രമിച്ചു, എന്റെ ബെസ്റ്റ് ഞാൻ കൊടുത്തു, ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം അല്ലേ? അപ്പൊ അങ്ങനെ വിചാരിച്ചു പോയ നമ്മുടെ റിയാനാണ് ഇപ്പൊ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ക്യാമ്പസിലിരുന്ന് അഭിമാനത്തോടെ നമ്മളോട് പറയുന്നത്. അപ്പോ റിയാൻ ഇവിടെ വരെ എത്താമെങ്കിൽ നമ്മുടെ മക്കൾക്ക് പറ്റൂലേ? ഡെഫിനറ്റ്ലി ദേ ക്യാൻ. അപ്പൊ അടിപൊളിയായിട്ട് എല്ലാ മക്കളും പഠിക്കുക, നല്ലപോലെ എക്സാം എഴുതുക. ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, നിങ്ങൾക്കായിട്ടുള്ള എല്ലാ ടിപ്സും കുറേ കാര്യങ്ങളായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ തന്നെ ഉണ്ട്. സൈലം നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് ബൈ.